പഠിക്കാൻ പോകുന്നത് മാത്സ് എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, മാത്സിലെ 1 to 100 വരെ നമ്പേഴ്സ് എഴുതാൻ പഠിച്ചില്ലേ? എല്ലാവർക്കും എഴുതാൻ അറിയൂലേ? ഓക്കെ, എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് അതില് 1 to 100 വരെ എഴുതി പഠിക്കാം. മിസ്സിംഗ് നമ്പേഴ്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, 1 to 100 വരെ എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് അതിലെ 2 ഭാഗത്തും എഴുതി പഠിക്കാം. ഓക്കെ, മിസ്സിംഗ് നമ്പേഴ്സ് ചോദിക്കൂട്ടോ. പിന്നെ ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് പഠിച്ചു നോക്കിയ കേട്ടോ. ബിഫോർ എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ആയിരിക്കും മിസ്സിങ്? ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിന്റെ തൊട്ട് മുൻപുള്ള നമ്പറാണ് മിസ്സിങ് അല്ലേ? ഇവിടെ നോക്കിക്കേ, 32. 32ന്റെ മുൻപിൽ ഏത് നമ്പർ ഉണ്ടായിരിക്കും? 31. 31. 3 to 32. ഇവിടെ നോക്കിക്കേ, 31, 32 കറക്റ്റ് അല്ലേ? അടുത്ത് നോക്കിക്കേ, 85ന്റെ തൊട്ട് മുൻപുള്ള നമ്പർ ഏതായിരിക്കും? 84. അതെങ്ങനെ എഴുതാ? 8 എഴുതാ, 4 എഴുതാ. 84, 85 കറക്റ്റ് ആയി. അപ്പൊ നമ്മൾ ചെയ്തത് ബിഫോർ നമ്പർ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ആഫ്റ്റർ. ഇവിടേക്ക് ആഫ്റ്റർ നമ്പർ ആണ് മിസ്സിങ്. ആഫ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ. ഇവിടെ നോക്കിക്കേ, 28. 28 കഴിഞ്ഞാൽ ഏത് നമ്പർ വരും? 29. വെരി ഗുഡ്. 29 എങ്ങനെ എഴുതാ? 29. നോക്കിക്കേ, 28, 29 കറക്റ്റ് അല്ലേ? ഓക്കെ, അടുത്തത് 77. 77 അടുത്ത നമ്പർ ഏതാ? 79 ആണോ? അല്ല, 78. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെ എഴുതാ? 7 എഴുതാ, 8 എഴുതാ. 78. 77, 78 കറക്റ്റ് ആയില്ലേ? ഓക്കെ, അടുത്തത് ബിറ്റ്വീൻ നമ്പർ ആണ് മിസ്സിങ്. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ 2 നമ്പറിന്റെ നടുവിൽ വരുന്ന നമ്പർ ആണ് മിസ്സിങ്. ഇവിടെ നോക്കിക്കേ, 20 കഴിഞ്ഞാൽ ഏതാ? 21. വെരി ഗുഡ്. 21 എങ്ങനെ എഴുതാ? 2, 1. നോക്കിക്കേ, 20, 21, 22 കറക്റ്റ് ആയില്ലേ? ഓക്കെ, അടുത്തത് 64. അടുത്തേതാ? 65 എങ്ങനെ എഴുതാ? 6 എഴുതാ, 5 എഴുതാ. 65. 64, 65, 66 കറക്റ്റ് ആയില്ലേ? ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ പിക്ചർ തന്നിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ എഴുതാൻ പറയും. നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ? ഓക്കെ, കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പെൻസിൽ വെച്ചിട്ടല്ലേ എഴുതുന്നത്. ആ പെൻസിൽ ഈ പിക്ചറിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, കൗണ്ട് ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9 പിക്ചേഴ്സ് ആണ് അല്ലേ? 9 എങ്ങനെ എഴുതാം? 9 എങ്ങനെ എഴുതും? ഇതല്ലേ 9? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പിക്ചർ കണ്ടാൽ അത് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ എഴുതാൻ അറിയണം. അടുത്ത പിക്ചർ കൗണ്ട് ചെയ്യാം. എങ്ങനെ കൗണ്ട് ചെയ്യാം? നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഈ പിക്ചറിൽ ടച്ച് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എങ്ങനെ എഴുതുക? 1, 0, 10. ഓക്കെ, അടുത്തത് കൗണ്ട് ചെയ്താലോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. 13 ബട്ടർഫ്ലൈസ് ഉണ്ട്. 13 എങ്ങനെ എഴുതുക? 1, 3, 13. ഓക്കെ, അപ്പോ ഇങ്ങനെ പിക്ചേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് അത്
കൗണ്ട് ചെയ്തിട്ട് അത് എത്ര ഉണ്ട് എന്നിങ്ങനെ നമ്പർ എഴുതാൻ കഴിയണം. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, ഈ പിക്ചർ കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ ഇവിടെ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് നമ്പർ ടിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് കൗണ്ട് ചെയ്താലോ. 1 2 3 4 5 6 7 7 ആണ് കിട്ടിയത്. ഇതിൽ 7, ഇതിലേതാണ് 7? ഇതിലേതാണ് 7? വെരി ഗുഡ്, ഇതാണ് 7. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഓപ്ഷൻസ് കണ്ടാൽ അതിന് കറക്റ്റ് നമ്പർ ടിക്ക് ചെയ്യാൻ കഴിയൂലേ. ഓക്കെ, ഇനി അടുത്ത പിക്ചർ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 8 8 ഇതിലേതാണ് 8? ഇതിലേതാണ് 8? വെരി ഗുഡ്, ഇതാണ് 8. ഓക്കെ, അപ്പോ ഇങ്ങനെ പിക്ചേഴ്സ് കൊടുത്തിട്ട് രണ്ട് രീതിക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിക്ചർ മാത്രം കൊടുത്തിട്ട് അതിന്റെ കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ എഴുതാൻ ചോദിക്കും. പിന്നെ ഇങ്ങനെ പിക്ചേഴ്സ് കൊടുത്ത് താഴെ അതിന്റെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് നമ്പർ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യാനോ സർക്കിൾ ചെയ്യാനോ ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ കൗണ്ട് ചെയ്യാൻ നന്നായിട്ട് പഠിക്കാം. പിന്നെ നമ്പർ നെയിംസിന്റെ ഭാഗത്തുനിന്ന് മാച്ചിങ് ക്വസ്റ്റ്യൻ വരാനാണ് ചാൻസ് കൂടുതൽ. നമ്പേഴ്സും നമ്പർ നെയിംസും തമ്മിൽ മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസ് കൂടുതൽ. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതിന്റെയൊക്കെ നമ്പർ നെയിംസ് ഇവിടെ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അത് മാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇത് നമ്പർ 4. ഈ 4ന്റെ നമ്പർ നെയിം ഇതിലുണ്ട്. 4 എന്നാണ് വരുന്നത്. അപ്പോ ഫസ്റ്റ് ലെറ്റർ എഫ് വരും. എഫ് ഇതിലേതാണ്? വെരി ഗുഡ്, ഇതാണ് 4. ഓക്കെ, അടുത്തത് 8. എ സൗണ്ട് ആണ് വരുന്നത്. എ സൗണ്ട് വരുമ്പോ ഇ വരും. ഇ 8 ഇതിലേതാണ്? വെരി ഗുഡ്, 8. ഓക്കെ, നമ്പർ ഏതാ? 2. ഏതാണ്? 2 ഇതിലേതാണ്? 2 എന്ന് വരുമ്പോ ഏത് വരും? ടി വരും. ഇതിൽ 2 ടി വരുന്നതുണ്ട്. 2 എന്നാണ്. 2 ഇതിലേതായിരിക്കും? വെരി ഗുഡ്, ഇതാണ് 2. ഓക്കെ, അടുത്തത് 3. ഇതാണ് 3. വെരി ഗുഡ്. ഇങ്ങനെ നമ്പേഴ്സും നമ്പർ നെയിംസും കണ്ടാൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ കഴിയൂലേ. ഓക്കെ, 1 to 10 വരെയുള്ള നമ്പേഴ്സിന്റെ നമ്പർ നെയിംസേ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ മാത്സിൽ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയും. ഓക്കെ, എന്തൊക്കെ പഠിക്കണം? 1 to 100 വരെ എഴുതാൻ അറിയണം. മിസ്സിംഗ് നമ്പേഴ്സ് ചോദിക്കും. 1 to 100 വരെ എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് അതിൽ എഴുതി പഠിക്കാം. ഓക്കെ, പിന്നെ ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ പിക്ചർ തന്നിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ പിക്ചർ തന്നിട്ട് താഴെ നമ്പേഴ്സ് ഉണ്ടാവും. ആ പിക്ചർ കൗണ്ട് ചെയ്ത് അതിന്റെ കറക്റ്റ് നമ്പർ റൗണ്ട് ചെയ്യാനോ ടിക്ക് ചെയ്യാനോ ഒക്കെ ചോദിക്കും. കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പെൻസിൽ ആ പിക്ചറിൽ ടച്ച് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ നമ്പേഴ്സ് നെയിംസിന്റെ ഭാഗത്തുനിന്ന് മാച്ചിങ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.